പക്ഷേ നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള പോലെയും നിങ്ങളുടെയെല്ലാം അകമഴിഞ്ഞ പിന്തുണ കൊണ്ട് ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ പ്രശസ്തമായിരിക്കുന്ന പ്രിയദർശിനി പദ്ധതി അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ വകുപ്പിൻ്റെ തൊപ്പിയിലെ ഒരു തൂവലാണ്. അതിൽ ഞങ്ങൾ സ്വയം പ്രശംസിക്കാനില്ല. ആരെയെങ്കിലും പ്രശംസിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയാണ്. കാരണം അദ്ദേഹമാണ് UDF-ന് ഡയറക്ഷൻ തന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള ഒരു കോൺസെപ്റ്റ് കേരള രാഷ്ട്രീയത്തിലേക്ക് സന്നിവേശിപ്പിച്ചത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്, അദ്ദേഹത്തിൻ്റെ ടീമാണ്. അപ്പോൾ അത് വന്ന സമയത്ത് അതിൻ്റെ ഗൗരവം വേണ്ടത്ര ഞങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ ഒന്നും മനസ്സിലായില്ലെങ്കിലും അത് നടപ്പായതോടുകൂടി വലിയ ഒരു വിസ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ 3.81 കോടി യാത്രക്കാരാണ് ഒരു മാസം യാത്ര ചെയ്തത്. യാത്രക്കാരല്ല, യാത്രകൾ. ഒരാളിത് 10 പ്രാവശ്യം ചെയ്യുമ്പോൾ 10 കൂട്ടുകയാണെങ്കിൽ. അതുപോലെ തന്നെ 66% വർധനവ് സ്ത്രീ യാത്രക്കാരുടെ 66% യാത്രക്കാരും സ്ത്രീ യാത്രക്കാരാണ്. സ്ത്രീ യാത്രക്കാരുടെ വർധനവ് ഏതാണ്ട് 87%, അതിൻ്റെ ഇരട്ടിയാണ്. എന്നാൽ പുരുഷന്മാരുടെ എണ്ണം ഒന്നും ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുമില്ല. അപ്പോൾ KSRTC അങ്ങേയറ്റം ജനകീയമാവുകയും KSRTC ആൾക്കാർ എപ്പോഴും കുറ്റം പറയാനാണ്. ഞാനും ഒക്കെ KSRTC പോകുമ്പോൾ ബസ് വന്നില്ല അങ്ങനെയാണൊക്കെയാണ് പറയുമെങ്കിൽ KSRTC ഇപ്പോൾ വലിയൊരു പ്രശംസാപാത്രമായിട്ടും ആശ്വാസ കേന്ദ്രമായിട്ടും മാറി എന്നുള്ളത് ഈ ഗവൺമെൻറ്റിന് അങ്ങേയറ്റത്തെ ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ്. നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി തന്നെയാണ് ധനമന്ത്രി എന്നുള്ളത് കൊണ്ടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പ്രിയദർശിനിക്ക് ആവശ്യമായിട്ടുള്ള അധിക പണം അത് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ബജറ്റിൽ ഉൾക്കൊള്ളിക്കാതെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തോട് നിങ്ങൾ ഈ പദ്ധതി നടപ്പാക്കിക്കോളൂ, ഞങ്ങൾ പിന്നെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പദ്ധതിയും പൊളിയും KSRTC പൊളിയുമായിരുന്നു. ഇന്നതല്ല, 600 കോടി രൂപ ബജറ്ററി പ്രൊവിഷൻ വന്നു. അതുപോലെ തന്നെ പ്ലാനിനെ റാഷണലൈസ് ചെയ്തു. വാസ്തവത്തിൽ ഇതൊരു ഡിഫാക്റ്റോ ഒരു പ്ലാൻ അല്ലെങ്കിലും ഇപ്പോൾ അങ്ങനെയാണ്. ഡിഫാക്റ്റോ ഒരു പ്ലാനായിട്ട് മാറിയിരിക്കുകയാണ്. ഡിജൂറെ അതൊരു പ്ലാനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, നോൺ പ്ലാനാണ്. എങ്കിൽ പോലും ഒരു സ്ത്രീ ശാക്തീകരണ പദ്ധതിയായിട്ട് ഇന്നതിനെ കണക്കാക്കാവുന്നതാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ അങ്ങേ അറ്റത്ത് കിടക്കുന്ന കാടുകളുടെയൊക്കെ അറ്റത്ത് കിടക്കുന്ന മലക്കപ്പാറ പോലുള്ള പ്രദേശത്തേക്ക് തൊഴിലെടുക്കാനല്ല സ്ത്രീകൾ പോകുന്നത്. തൊഴിലെടുത്ത് മുഷിഞ്ഞ സ്ത്രീകൾ ഇത്രയും കാലം മാറ്റിവെച്ച അവരുടെ ആ വിനോദസഞ്ചാര സാധ്യതകൾ അവർ കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ ഗവി ഇതിനേക്കാളും എന്ന് പറയാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള ഒരു വനപ്രദേശമാണ്. ആ വനപ്രദേശങ്ങളിലേക്ക് വരെ സ്ത്രീകൾ കൂട്ടത്തോടു കൂടി പോകുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ ദൈനംദിനം തൊഴിലെടുക്കുന്ന സ്ത്രീകൾ, തൊഴിലിടം എന്നത് അടുത്ത് ആണ് എന്നെങ്കിൽ പോലും അതിൻ്റെ ചിലവ് വളരെ കൂടുതലായിരിക്കും. സൗകര്യങ്ങളുണ്ട്, ഫെസിലിറ്റി ഉണ്ട്, പക്ഷേ ആക്സസ് ഇല്ല. ഉദാഹരണത്തിന് വടക്കാഞ്ചേരിയിൽ നിന്നോ കുന്നംകുളത്തു നിന്നോ തൃശ്ശൂർ ടൗണിൽ വന്ന് ജോലിയെടുക്കാൻ ജോലിയുണ്ട്, ജോലിയെടുക്കാൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എല്ലാ ദിവസവും 50-60 രൂപ ബസ്സിന് കൊടുത്തിട്ട് പിന്നെ അത് പണിയെടുക്കും, പിന്നെ അതിലൊന്നും കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് തൊഴിലിടത്തേക്കുള്ള സ്ത്രീയുടെ യാത്ര അത് വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നുവെന്ന് കണ്ടെത്തിയതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേകത. നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ പ്രവർത്തകരോ ഞാനടക്കമുള്ളവർ ഇത്ര വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണെന്ന്, ഇത്രയും വലിയൊരു ഗൗരവമായൊരു പ്രശ്നമാണെന്ന് കണ്ടെത്തിയിരുന്നു. അതേസമയം വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നം എല്ലാ കാലത്തും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിരുന്നു. സ്ത്രീകളുടെ തൊഴിലിടത്തേക്കുള്ള യാത്ര ആധുനിക കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണെന്ന്
തിരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് പ്രിയദർശിനിയുടെ സംഭാവന എന്നാണ് ഞാൻ കരുതുന്നത്.